ഇനി കാളികാവിന്റെ വർണ്ണങ്ങൾക്ക് പുതുശോഭ പകരും ഇവർ. വാട്ട്മി ഡിസൈൻസ്, ദ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ, അറൈവൽസ് മെൻ അപ്പാരൽസ്, ഓൾഡ് ബ്രിഡ്ജ്, വണ്ടൂർ റോഡ്, കാളികാവ്. ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടത്തും. രാവിലെ 10:30-ക്കാണ് തെരഞ്ഞെടുപ്പ്. അഡീഷണൽ തഹസിൽദാർ ജയശ്രീയാണ് വരണാധികാരി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ നടക്കും. മുൻ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് CPM അംഗം TP റീന പുറത്തായിരുന്നു. നുസൈബ സുധീർ UDF പക്ഷത്തേക്ക് മാറിയതോടെ UDF-ന് 11 അംഗങ്ങളും LDF-ന് 9 അംഗങ്ങളുമെന്ന കക്ഷിനിലയിൽ UDF-ന് ചുങ്കത്രയിൽ ഭരണം തിരിച്ചുകിട്ടുമെന്ന് ഉറപ്പാണ്. മുതിർന്ന കോൺഗ്രസ് അംഗവും ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ വത്സമ്മ സെബാസ്റ്റ്യനെ തന്നെ പ്രസിഡന്റാക്കാനാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. മറുഭാഗത്ത് LDF ബിന്ദു കുരിക്കാശ്ശേരിയെയായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുക. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ 4ാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനാണ് ബുധനാഴ്ച ചുങ്കത്ര പഞ്ചായത്ത് തയ്യാറാകുന്നത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 20 അംഗ ഭരണസമിതിയിൽ UDF-ഉം LDF-ഉം 10 വീതം അംഗങ്ങളുമായി ബലാബലത്തിൽ നിൽക്കുമ്പോഴാണ് നറുക്കെടുപ്പിലൂടെ UDF-ന് ഭരണം കിട്ടുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDF-ന് ലഭിച്ചു. പിന്നീടാണ് PV അൻവർ ഇടപെട്ട UDF സ്വതന്ത്ര MK നജമുന്നീസയെ LDF പക്ഷത്ത് എത്തിച്ച് ഭരണം നേടിയത്. എന്നാൽ പിന്നീട് കണ്ടത് കൂറുമാറ്റത്തിനെതിരെ UDF നൽകിയ കേസിൽ നജമുന്നീസയ്ക്ക് സ്ഥാനം നഷ്ടമാകുന്നതാണ്. തുടർന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 10 വോട്ടുകൾ നേടി CPM-ലെ TP റീന പ്രസിഡന്റാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.